പിണറായി വിജയൻ നല്ല ഭക്ഷണപ്രിയനാണ്, സെലക്റ്റീവ് ഫുഡാണ്. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മീനൊന്നും പോരാ, ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീൻ വേണം. നമസ്കാരം. ആനത്തലയോളം നെയ്മീൻ ഞാൻ തരാം, പിണങ്ങാതെ വിജയ വാമുറുക്ക്. ചൂരക്കറിയാണേൽ ഉണ്ണാതെ പോകും ഞാൻ, പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും. ഓരോ സഖാവിനും മീൻ തീറ്റയ്ക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. മുണ്ട് മുറുക്കി കൊടുക്കുന്ന സാദാ സഖാവിന് മത്തി ചുട്ടത്, മധ്യവർഗ ദരിദ്രൻ സഖാവിന് ചൂര കാളാഞ്ചി, ജീവിക്കാൻ മാർഗമുള്ള സഖാവിന് കേര ആവോലി നെത്തോലി, പൗരപ്രമുഖനായ സഖാവിന് കൊഞ്ച് കരിമീൻ, ഉന്നത കുലജാതനായ സഖാവിന് നെയ്മീൻ സാൽമൺ ഫിഷ് കൊമ്പൻ സ്രാവ്. ഭക്ഷ്യശ്രേണിയിലെ വ്യത്യസ്തമായ ഈ വർഗങ്ങളെയെല്ലാം ഒറ്റച്ചരടിൽ കൊരുത്തുകൊണ്ടു പോവുക എന്നതാണ് പാർട്ടിയുടെ കരുത്ത്. ഒരു ഉത്തമനായ നേതാവിനെ സാദാ സഖാവ് വിരുന്നിന് വിളിച്ചാൽ പാട്ടുപാടി വിഭവങ്ങൾ പറയണം. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുള്ളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. കൂട്ടത്തിൽ വരാല് കറി കൂടി ഉണ്ടെങ്കിൽ കുശാലാകും. അല്ലാതെ പ്രത്യയശാസ്ത്രമോ സിദ്ധാന്തമോ വിപ്ലവഗാനങ്ങളോ പാടി ഒരു നേതാവിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ഒറോട്ടി തിന്ന് അരപ്പട്ടിണിയിൽ കിടന്ന പിണറായി തൻ്റെ പഴയ ബാല്യകാല സ്മരണകൾ അയവിറക്കുന്നത് കേട്ട് കേരളം കരഞ്ഞു തളർന്നു പോയി. ആ കണ്ണീരിൽ കമ്മികൾ നീന്തി തുടിച്ചു വരികയായിരുന്നു. ആ അരപ്പട്ടിണിക്കാരൻ ഒറോട്ടി ബാലകൻ വളർന്ന് നെയ്മീൻ മാത്രം കഴിക്കുന്ന പിടിവാശിക്കാരനായ കഥ കേട്ട് അന്തം വിട്ട് വാ തുറന്നു നിൽക്കുകയാണ് ഇപ്പോൾ കേരള ജനത. പിണറായി വിജയൻ എ ഗ്രേഡ് മത്സ്യങ്ങളെ കഴിക്കൂ അത്രേ. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി സി ദിവാകരനെയും കൂട്ടി ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു ജാഥ നയിക്കുകയായിരുന്നു പിണറായി. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ മേശമേൽ നിരന്നു. മീൻകറി കണ്ടപ്പോൾ പിണറായി വിജയൻ സംശയത്തോടെ ഒന്ന് കുത്തി നോക്കി. ഇതെന്താ കറി? ചോദ്യമുയർന്നു. ചൂര. ഇത് കേട്ടത് മൂക്ക് വിറപ്പിച്ച പാവങ്ങളുടെ പടത്തലവൻ അങ്ങ് എഴുന്നേറ്റു. പിണറായി സഖാവ് ചൂരക്കറി കൂട്ടുകയോ? ചൂരയിൽ പ്രോട്ടീൻ കൂടുതലുണ്ടാകാം, പക്ഷേ അമിതമായി മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പസഫിക്കിലെ ബ്ലൂഫിൻ ട്യൂണയെ കൊണ്ടുവന്നാലും എനിക്ക് വേണ്ട എന്ന ഭാവമായി. രുചികരവും പ്രോട്ടീൻ സമ്പുഷ്ടവും പോഷക സമൃദ്ധവുമായി നെയ്മീനെ ഞാൻ കഴിക്കൂ എന്നറിയില്ലേ? പ്രോലിറ്റേറിയൻസിനെ നയിക്കണമെങ്കിൽ പ്രോട്ടീൻ കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ആനത്തലവട്ടം എളിമയോടെ പറഞ്ഞു, നെയ്മീൻ കിട്ടിയില്ല സഖാവേ, പാവൻ ചൂര മാത്രമേ ഇന്നലെ വലയിൽ കുടുങ്ങിയുള്ളൂ. ഇത് കേട്ട് പിണറായി എഴുന്നേറ്റ് ദിവാകരനോട് പറഞ്ഞു, ദിവാകര ഇറങ്ങാം, നെയ്മീനില്ലാതെ എനിക്ക് വേണ്ട. നെയ്മീനാണ് എൻ്റെ പ്രധാന ഭക്ഷണമെന്ന് അറിയാത്ത സഖാവായി പോയല്ലോ ആനന്ദ നിങ്ങൾ. ഒടുവിൽ വണ്ടി AKG സെൻറ്ററിലേക്ക് വിട്ടു. നെയ്മീൻ കൂട്ടി ഉണ്ട ശേഷമേ പിന്നെ പിണറായി ജാഥയ്ക്ക് പോയുള്ളൂ. CPI നേതാവും മുൻ മന്ത്രിയും ആയ സി ദിവാകരനാണ് പിണറായി വിജയൻ എന്ന സ്വാദുനോട്ടക്കാരനായ സഖാവിൻ്റെ ഭക്ഷണ പര്യവേഷണങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആനത്തലവട്ടത്തിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് VS പക്ഷക്കാരനായിരുന്നു അത്രേ ആനന്ദൻ. വേറെ ആരെയും കിട്ടിയില്ലേ എന്നും പിണറായി ചോദിച്ചിരുന്നു. തൊഴിലാളി നേതാവായ സഖാവിൻ്റെ വീട്ടിലേക്ക് കയറുന്നത് പിണറായിക്ക് ക്ഷീണമാണല്ലോ. വല്ല മുതലാളി സഖാക്കളുമായിരുന്നെങ്കിൽ എന്തായിരുന്നു സുഖം. പിണറായി വിജയൻ ഉച്ചയൂണിറങ്ങാതെ പിണങ്ങിപ്പോയതോടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി സത്യനേശൻ വല്ലാതെ ഭയന്നു. നെയ്മീൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പാർട്ടി വല്ല നടപടിയും എടുത്താലോ എന്നായി ഭയം. പിറ്റേന്ന് സത്യനേശൻ സഖാവ് കടലിൽ ചാടി നെയ്മീൻ പിടിച്ചുകൊണ്ട് വന്ന് കറി വെച്ച് പിണറായിക്ക് കൊടുത്തു. അതോടെയാണത്രേ പിണറായിയുടെ മുഖമൊന്ന് തെളിഞ്ഞത്. ഒന്ന് നോക്കണേ, ഈ മീൻ കഥ പറഞ്ഞത് പാർട്ടി ശത്രുക്കൾ ആരുമല്ല, മുഖ്യമന്ത്രി പിണറായിയുടെ തോഴനും CPI നേതാവുമായ സി ദിവാകരനാണ്. ഒറോട്ടി നിന്ന് അരപ്പട്ടിണി കിടന്നിട്ടും അഭിമാനിയായി വളർന്ന പിണറായി വിജയൻ്റെ തനി കോണമാണ് ദിവാകരൻ വർണ്ണിച്ചത്. താൻ കഴിക്കുന്ന നെയ്മീൻ്റെ ഗുണം കേരളത്തിലെ കുട്ടികൾക്കും ലഭിക്കട്ടെ എന്ന് കരുതിയാണല്ലോ പിണറായി വിജയൻ എല്ലാ സ്കൂളിലും അംഗൻവാടിയിലും ഒരു കുട്ടിക്ക് ഒരു കഷണം നെയ്മീൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഭക്ഷണപ്രിയനായ പിണറായി വിജയൻ സെലക്റ്റീവ് ഫുഡിൻ്റെ ആളാണെന്നും ദിവാകരൻ പറയുന്നു. പിണറായി കഴിഞ്ഞ 10 വർഷമായി നയിക്കുന്ന സെലക്റ്റീവ് വിരുന്നുമേശയിലെ വിപ്ലവം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സെലക്റ്റീവ് ഫുഡ് പൗരപ്രമുഖർക്കൊപ്പം ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. തൻ്റെ പട്ടിണിക്കാലം പറഞ്ഞ് ഡിസ്കിലെ പിള്ളേരെ രോമാഞ്ചം കൊള്ളിച്ച പിണറായിക്ക് നെയ്മീൻ കൂട്ടിയാലേ ചോറിറങ്ങുകയുള്ളൂ അത്രേ. ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഓർക്കണം എന്ന് കരുതി സഖാക്കൾ മത്തിത്തല ചുട്ടതും വാട്ടച്ചീനിയും മാത്രമേ തിന്നാവൂ എന്നല്ല അർത്ഥം. ഈ മുഖ്യമന്ത്രിയാണ് പിള്ളേരെ ഗുണദോഷിച്ചത്. ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറാൻ പഠിക്കണമെന്ന്. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം.
അഭിമാനബോധം നഷ്ടപ്പെടുത്തുകയും അരുത്. എന്നിട്ട് എന്താ സഖാവ് പിണറായി നിങ്ങൾ ആ പാവം ആനത്തലവട്ടത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഈ പന്ന പണി കാണിച്ചത്? ആ വീട്ടിലെ പെണ്ണുങ്ങൾ എന്ത് കരുതി കാണും? ഇതാണോ അന്തങ്ങൾ വെച്ച് പൂജിക്കുന്ന പിണറായിയുടെ കയ്യിലിരിപ്പ്? ഒരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് കിട്ടുന്നതും വാരി വിഴുങ്ങി കൈകഴുകി പോരേണ്ട മനുഷ്യൻ ചൂരയിൽ വിരലിട്ട് കുത്തി എഴുന്നേറ്റ് പോയത്രേ. അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം സഖാബിഡ. പിണറായിയുടെ നെയ്മീൻ പ്രേമം അറിഞ്ഞ് നാളെ മുതൽ സഖാക്കൾ ബഗന് ചോറും കൊണ്ട് പോകുന്ന പോലെ ഒരു വണ്ടി നിറയെ നെയ്മീനും കയറ്റി ക്ലിഫ് ഹൗസിലേക്ക് പുറപ്പെടുകയായി. പിണറായി വിരലിട്ട് കുത്തി തങ്ങളെ അപമാനിച്ച് എഴുന്നേറ്റ് പോയ കഥയറിഞ്ഞ് അപമാനിതരായ ചൂരമീനുകൾ കേരള തീരം വിടുകയാണ് സുഹൃത്തുക്കളെ. പാളയം മാർക്കറ്റിൽ ഇപ്പോഴതിന് വിലയില്ലാതായി. നെയ്മീൻ വില കുതിക്കുകയുമാണ്. കുമ്പളങ്ങിക്കായലിൽ നിന്നും പിടിച്ച തിരുതമീൻ പെട്ടിയിലാക്കി നടക്കി വയ്ക്കുന്നത് ആയിരുന്നു ഇന്നലെ വരെ KV തോമസിൻ്റെ പ്രധാന പണി. ഇന്നു മുതൽ തിരുതത്തോമ നെയ്മീൻ തോമയായി അവതരിക്കും. എന്തായാലും C. ദിവാകരൻ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ഈ കഥ പറഞ്ഞു തുടങ്ങിയത്. ഈ നെയ്മീൻ കഥ കളവാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം 10 വർഷത്തെ പിണറായി ഭരണം അത് നമുക്ക് നല്ലതുപോലെ കാണിച്ചു തരുന്നുണ്ട്. ഇത്ര തിരക്കുള്ള റോഡിലൂടെ ഒരു കാര്യവുമില്ലാതെ 56 വാഹനങ്ങളുടെ അകമ്പടിയോടെയും പാവം മനുഷ്യരെ 1000 കാതം അകലെ നിർത്തിയും ഹെലികോപ്റ്ററിന് 22 കോടി വാടക കൊടുത്തും നമ്മുടെ സാമൂഹിക ജീവിതാന്തരീക്ഷത്തെ കൊഞ്ഞനം കുത്തിക്കഴിയുന്ന പിണറായി ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും. വീട്ടിൽ ഉണ്ണാൻ വന്ന ഒരു വലിയ മനുഷ്യൻ ഒരു വിഭവം പിടിക്കാത്തതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടുകാരുടെ മനോനില എന്തായിരിക്കും? ഒരർത്ഥത്തിൽ C. ദിവാകരൻ ഈ നാണം കെട്ട കഥ പറയരുതായിരുന്നു. പിണറായി വിജയൻ്റെ തൊലി ഉരിച്ച് മുളക് തേച്ച പോലെയായി ഈ സംഭവം. ഒളിവിലെ ഓർമ്മകളിൽ തോപ്പിൽ ഭാസി ഒരു വീട്ടിൽ കയറി അത്താഴമുണ്ണാനിരുന്ന രംഗമാണ് ഓർത്തുപോകുന്നത്. ചെറ്റക്കുടിലാണ്. വല്ലപ്പോഴും മാത്രമേ അടുപ്പ് പുകയൂ. വെക്കുന്നത് പിള്ളേർക്ക് കൊടുത്ത് മാതാപിതാക്കൾ പട്ടിണി കിടക്കുന്നതാണ് രീതി. അവിടേക്കാണ് അപാരമായ വിശപ്പോടെ തോപ്പിൽ ഭാസി ഒളിജീവിതകാലത്ത് ചെന്നു കയറിയത്. തമ്പ്രാൻ സഖാവിന് വിശന്നതറിഞ്ഞ് അവരൊരു ചട്ടിയിൽ ചോറും ചമ്മന്തിയും കൊണ്ടുവന്ന് വെച്ചു. ആർത്തി കാരണം അത് ഒറ്റ വലിക്ക് കുടിച്ചു ഭാസി. കൈ കഴുകാൻ നേരം വെറുതെ ഒരു ലോഹ്യം ചോദിച്ചു വീട്ടുകാർ. അയ്യോ മതിയായിരുന്നോ കുഞ്ഞെ, കുറച്ചുകൂടി എടുക്കട്ടെ. 1 മണി ചോറ് പോലും കലത്തിൽ ബാക്കിയില്ലാതെയാണ് വീട്ടുകാർ വെറുതെ ലോഹ്യം ചോദിച്ചത് എന്നറിയണം. പക്ഷേ ഇതൊന്നും അറിയാതെ പിന്നെയും ഭാസി കഴിക്കാനിരുന്നു. നാണം കെട്ടുപോയ വീട്ടുകാർ പിന്നാമ്പുറത്തു കൂടി ഇറങ്ങി ഓടിയെന്നാണ് കഥ. ഇവിടെയാണ് നവോത്ഥാന കാലത്തെ സൃഷ്ടിച്ച തമ്പുരാൻ സഖാവ് നെയ്മീനില്ലാതെ ഉരുള ഇറങ്ങില്ലെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയത്. ഇതല്ല, ഇതിനപ്പുറം കഥ കേട്ടാലും പിണറായി വിജയൻ്റെ തൊലി പുളിക്കില്ല. പക്ഷേ ഇവിടെ അപമാനിക്കപ്പെട്ടത് ആനത്തലവട്ടത്തിൻ്റെ ആത്മാവും ആ കുടുംബവുമാണ്. പിണറായി വിജയൻ ഭക്ഷണം കഴിച്ച് തികഞ്ഞ സന്തോഷത്തോടെ ഏമ്പക്കം വിട്ടാണ് പോയതെന്നാണ് മകൻ ജീവ ആനന്ദൻ പ്രതികരിച്ചത്. ഇതിലെല്ലാം രസം ശിവൻകുട്ടിയുടെ അഭിപ്രായമാണ്. മത്സ്യത്തിൽ A ഗ്രേഡ് B ഗ്രേഡ് എന്നില്ലത്രേ. ദിവാകരന് ഓർമ്മക്കുറവായിരിക്കും. എങ്കിൽ പിന്നെ അടുത്ത സർക്കാർ വിരുന്നിന് ഉണക്കമത്തി ചുട്ടതുകൂടി വിളമ്പൂ ശിവൻകുട്ടി. പിണറായി വിജയൻ തിരിഞ്ഞു കടിക്കാത്ത എന്തും കഴിക്കും എന്നുകൂടി പറഞ്ഞുകൊള്ളുക. ബാല്യത്തിൽ താൻ അനുഭവിച്ച ദാരിദ്ര്യത്തിനോട് ഏതെല്ലാം തരത്തിലാണ് ഒരു മനുഷ്യൻ പ്രതികാരം ചെയ്യുന്നത്? അതെല്ലാം തന്നെ നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും പാർട്ടിക്കാരുടെയും ചെലവിലാണെന്ന് മാത്രം. ഇവിടെയാണ് നാം കടമ്മനിട്ട കവിത പാടേണ്ടത്. ഭാഗ്യവാൻ എന്നേ പറയേണ്ടു, യോഗ്യത ഉച്ചത്തിലോർക്കേണം. ഈ പറയുന്ന ദിവാകരനെ അറിയാമോ? ഭക്ഷ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ ഡീക്കടിക്കാരനായിരുന്നു പുള്ളി. അരിവില ഉയർന്നതിൻ്റെ വിമർശനം വന്നപ്പോൾ ദിവാകരൻ നമ്മളെ നന്നായി ഉപദേശിച്ചു. ദിവസവും ഓരോ ഗ്ലാസ് പാലും ഒരു കോഴിയെയും തിന്നണം. ഇതായിരുന്നു ഉപദേശം. എന്തായാലും പിണറായി ബാലകൻ്റെ ഒറോട്ട് ചരിതം എടുത്ത് തള്ളിക്കൊണ്ട് വരികയായിരുന്നു കമ്മികൾ. മീനിൻ്റെ നാറ്റക്കഥ വന്നതോടെ ദേ കിടക്കുന്നു. ജില്ലാ സെക്രട്ടറിമാരുടെ പണിയാണ് ബെസ്റ്റ്. സംസ്ഥാന സെക്രട്ടറിക്ക് ഉച്ചയൂണിനുള്ള നെയ്മീൻ വാങ്ങാൻ കാലത്തെ എഴുന്നേറ്റ് പാളയം മാർക്കറ്റിൽ പോയി കാവൽ കിടക്കുക. അന്ന് പിണറായി വിജയൻ നെയ്മീൻ കൂട്ടി ചോറുണ്ടപ്പോഴാണത്രേ സെക്രട്ടറി സ്വസ്ഥമായി ഒന്നുറങ്ങിയത്. ഇവിടെയാണ് സഖാവ് കുഞ്ഞികൃഷ്ണൻ പുസ്തകം എഴുതി നേതൃത്വത്തെ തിരുത്താൻ ഇറങ്ങിയിരിക്കുന്നത്. C. ദിവാകരനെ പോലെയുള്ള വിടുവായന്മാരുള്ളത് കൊണ്ടാണല്ലോ പിണറായി വിജയൻ്റെ ഈ തീന്മേശ വൃത്താന്തം നാലാൾ അറിഞ്ഞത്.